ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, കളംകാവിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ക്ലാസിക് പടമാണ്. ഞാൻ ഈ ടീസർ റിയാക്ട് ചെയ്തപ്പോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അറിയാൻ എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ മമ്മൂക്ക വില്ലനായിട്ട് അഭിനയിക്കുന്ന പടമാണ്. വില്ലൻ വിനായകൻ, നായകൻ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നീട് വേറെയും കുറെ പേരുണ്ട്. മമ്മൂക്ക, വിനായകൻ, അസീസ് നെടുമങ്ങാട്, പിന്നെ ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജിച്ച വിജയൻ, അങ്ങനെ കുറെ പേര് ഇതിലുണ്ട്. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കൊള്ളാം. എനിക്ക് എനിക്ക് പടം വർക്കായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു പടമാണ്. ഇന്റർവെൽ പഞ്ചൊക്കെ നൈസ് ആയിരുന്നു കേട്ടോ. പിന്നീട് ക്ലൈമാക്സിലോട്ട് വന്ന് വരുമ്പോഴും അല്ല, രണ്ടുപേരുടെയും മമ്മൂക്കയുടെയും വിനായകന്റെ ഒരു ഫേസ് ഓഫ് പരിപാടിയൊക്കെ കിടലായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്ലോയിൽ പോകുന്ന കഥയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ചില കുറെ പേര് വലിയ സുഖമായിട്ടെന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ഒരു നോർമൽ രീതിക്ക് തന്നെ പോകുന്നത്. പിന്നീട് മമ്മൂക്കയുടെ ക്യാരക്ടർ, മമ്മൂക്ക ഇതില് മാനർസ് തന്നെ മൊത്തത്തിൽ ഒരു മാറ്റമാണ് ഇതില്. ആ നമ്മളെ ഒരു പ്രോപ്പർ തിരുവനന്തപുരം സ്ലാങ് ആണ് കേട്ടോ. ഈ നമ്മള് ബാക്കിയുള്ളവരെ ഇതുകൊണ്ട് കളിയാക്കുന്ന രീതിക്കുള്ള തിരുവനന്തപുരം ഭാഷയല്ല. നമ്മൾ ഇങ്ങനെ നോർമലി സംസാരിക്കുന്ന ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ടല്ലോ, അത് പ്രോപ്പർ ആയിട്ട് ഇതിൽ മമ്മൂക്കയുടെ ആ സ്ലാങ് ഇതിൽ കാണാൻ പറ്റും. പിന്നീട് കൂടുതലും ഈ സിനിമയിൽ ഫോക്കസ് ചെയ്തേക്കുന്ന ഏരിയ നമ്മുടെ തിരുവനന്തപുരം കാട്ടാക്കട, നമ്മുടെ സ്വന്തം കാട്ടാക്കട, പിന്നീട് വെള്ളറട, പിന്നെ നമ്മുടെ ഈ തമിഴ്നാട് കേരള ഈ അടുത്തുള്ള ബോർഡർ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയാണ് ഫുള്ള് ഈ മൊത്തം സിനിമ കവർ ചെയ്തേക്കുന്നത്. പിന്നെ മൂവിയുടെ ഡയറക്ടർ ജിതിൻ കെ ജോസ് ആണ്. പുള്ളിക്കാരി ഇവിടെ നമ്മുടെ അമ്പൂരി ആ ഏരിയയിൽ അവിടെ ഉള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ കാട്ടാക്കടയുടെ ട്രോൾ പേജ് ഉണ്ടായത്, അതിലാണ് കണ്ടത് പുള്ളിക്കാരൻ നമ്മുടെ അമ്പൂരിയിലുള്ളതാണെന്ന്. അപ്പം പടത്തിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു സൈക്കോ, ഒരു സീരിയൽ കില്ലർ ടൈപ്പ് ക്യാരക്ടറാണ്. മിക്കവർക്കും അറിയായിരിക്കും. ഈ സൈനൈഡ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഇങ്ങനത്തെ പരിപാടി, കില്ലിങ്, ഇങ്ങനെ കൊല്ലണ പരിപാടിയൊക്കെ സംഭവമായിരുന്നു. എന്നുവെച്ചാൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പെണ്ണുങ്ങളെയാണ്. അത് എനിക്കുള്ളത് റിയൽ ഇൻസിഡന്റ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് സ്റ്റോറി കണ്ട എന്തോ ആണിത്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഈ വിനായകനാണ് നായകൻ. പുള്ളിക്കാരന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടുള്ള ആ ക്യാരക്ടർ നല്ലായിരുന്നു. ആ നത്ത്, ഇരട്ടപ്പേര് നത്ത് എന്നാണ് ആ ക്യാരക്ടറിനെ പറയുന്നത്. എന്തായാലും കൊള്ളാം. എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ആക്ടിങ് ആണ് എല്ലാവരും. ഓവറായിട്ടൊന്നും ഒരിടത്തും ഓവറായിട്ട് ഒരു ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഒന്നുമില്ല. പിന്നെ സിനിമാറ്റോഗ്രഫി ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം നല്ല നല്ല കിടിലമാണ്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്തായാലും സിനിമ വർക്കായി, ഇഷ്ടപ്പെട്ടു. പിന്നീട് കൊള്ളാം, സിനിമ കൊള്ളാം. ഭയങ്കര ഈ നമുക്ക് ഞാൻ പറഞ്ഞാൽ ഈ ഭയങ്കര കൈയടിച്ച് അങ്ങനെ ആ ഒരു വാവ് ഫാക്ടർ പരിപാടിയായിട്ടൊന്നും വലുതായിട്ടില്ല. പിന്നീട് ഇൻട്രോ സീനൊക്കെ, മമ്മൂക്കയുടെ ഇൻട്രോ സീൻ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര സിമ്പിൾ, ഒരു നോർമൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചൊക്കെ വരുന്ന ടൈപ്പ് ഇൻട്രോസ് ആണ്. ഇപ്പൊ മിക്ക സിനിമയിലും ഇങ്ങനെ തന്നെ സിമ്പിൾ ഇൻട്രോസ് ആണ് ഇപ്പം എല്ലാവരും കീപ്പ് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടർ നമുക്ക് പുറമെ കാണുമ്പോൾ ഭയങ്കര സൈലന്റ് നല്ല ഇത് തോന്നും. പക്ഷെ ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ് അത്. നല്ല ഒരു പീക്ക് വില്ലനിസം ഉണ്ട്. കുറെ ഇടയ്ക്കിടയ്ക്ക് ചില സീരിയലൊക്കെ ഉണ്ട് കേട്ടോ. അത് നൈസാണ്. അത് ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. നിങ്ങൾ കണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറയാ. എന്തായാലും ഓവറാൾ ഒരു ക്ലാസിക് പടമാണ്. ഞാൻ ഭയങ്കര ഓവർ ഹൈപ്പ് ഒന്നും ഇട്ട് പോകണ്ട. ഒരു നോർമൽ പടം എന്നുള്ള രീതിക്ക് ഒരു സസ്പെൻസ് ത്രില്ലറാണ് കേട്ടോ. പിന്നെ ഇതില് ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് വരുമ്പോഴും നമുക്ക് ക്യൂരിയോസിറ്റി വന്നു എന്താവും എന്നുള്ള ഒരു സംഭവമുണ്ട്. പിന്നീട് ഇങ്ങനെ ഓരോ ക്രൈം ചെയ്തു പോയി ഇനിയിപ്പൊ അങ്ങോട്ട് ഈ ക്യാരക്ടർ എന്തായിരിക്കും ചെയ്യാൻ പോണെന്നുള്ളൊക്കെ ഒരു അങ്ങനത്തെ ഒരു തോട്ടൊക്കെ നമുക്ക് വരും. എന്തായാലും ഓവറാൾ പടം അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്. നോ ഇഷ്യൂസ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ലാഗ് ഫീൽ ചെയ്യും. വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മറ്റേ ഇതിന്റെ പ്രൊമോഷൻ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 20-21 സംതിങ് എന്തോ കൂടുതൽ ഫീമെയിൽ റോൾസ് ഇതിലുണ്ട്. അവരെല്ലാരും
നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ പെർഫോമൻസ് അറിയാലോ, മമ്മൂട്ടിയാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. സോ ഗൈസ്, അത്രേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.